ഓം ശാന്തി. ഒരിക്കൽ ഒരു ശില്പി ഒരു കാട്ടിലേക്ക് പോയി അവിടെ നിന്നും ഒരു വലിയ കല്ലെടുത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രതിഷ്ഠിച്ചു. ആ കല്ലിൽ നിന്നും അതിസുന്ദരമായ ഒരു ഭഗവാന്റെ മൂർത്തി ഉണ്ടാക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അദ്ദേഹം ആ കല്ലിൽ തൻ്റെ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് തൻ്റെ പണി ആരംഭിച്ചു. ആ കല്ലിൽ നിന്നും ടിക് 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 എന്നുള്ള ശബ്ദം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ കല്ല് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്നെ നശിപ്പിക്കാൻ നോക്കുകയാണോ? പൊട്ടിച്ചു കളയുകയാണോ? എന്തിനാണ് എന്നെ ഇങ്ങനെ കുത്തുന്നത്? എനിക്ക് വല്ലാതെ അസ്വസ്ഥമാകുന്നു, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ഉടൻ തന്നെ ആ ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നീ ഈ ചെറിയ വേദന സഹിക്കുകയാണെങ്കിൽ നീ ഒരു ദിവസം ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാന്റെ മൂർത്തിയാകും. ധാരാളം ആളുകൾ വന്ന് നിന്നെ പൂജിക്കും. എന്നാൽ ആ ഒരു മാറ്റത്തിന് നീ തയ്യാറാകുന്നില്ല എങ്കിൽ നീ എന്നും എക്കാലവും ആർക്കും വേണ്ടാത്ത, ഒരു മൂല്യവുമില്ലാത്ത കല്ലായി തന്നെ അവശേഷിക്കും. മാത്രമല്ല, നിന്നെ ആളുകൾ എടുത്തുകൊണ്ടുപോയി ഫുട്പാത്തിൽ വിരിക്കും, ചവിട്ടുപടിയാക്കും. ആളുകൾ നിന്നെ ചവിട്ടി നടക്കും. നേരെ മറിച്ച് ഒരു ശില്പമാവുകയാണെങ്കിലോ നിന്നെ എല്ലാവരും ബഹുമാനിക്കും. അപ്പോൾ അത് കേട്ട ആ കല്ല് കുറച്ചു സമയം ചിന്തിച്ചു. ശരിയാണ് താങ്കൾ പറഞ്ഞു, ധൈര്യമായി അങ്ങനെ പരിവർത്തനപ്പെടുത്തിക്കൊള്ളൂ. ഞാൻ സ്വപരിവർത്തനത്തിൽ ഒരു കല്ലിൽ നിന്നും മൂർത്തിയിലേക്കുള്ള മാറ്റത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു സമയം ഞാൻ എല്ലാം സഹിച്ചുകൊള്ളാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പരിശ്രമത്തിന് ശേഷം, ആ ഒരു ശില്പം കൊത്തുന്ന ആ പ്രോസസ്സിന് ശേഷം ആ കല്ല് അതിസുന്ദരമായ ഒരു മൂർത്തിയായിട്ട് മാറി, നല്ലൊരു പ്രതിമയായി മാറി. ആ കല്ല് പിന്നീട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ധാരാളം ആളുകൾ ആ കല്ലിനെ നമിക്കാനും തുടങ്ങി. എപ്പോഴാണോ സ്വയം നമ്മൾ പരിവർത്തനപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ കുറച്ച് വേദനകളൊക്കെ നമുക്ക് സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ സഹനത്തിന്റെ, വേദനയുടെ ഫലം എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. നിർമൂല്യമായ അവസ്ഥയിൽ നിന്നും ഒരു മൂല്യവത്തായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ഇത് സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു വരദാനമാണ്. സ്വയത്തെ പരിവർത്തനപ്പെടുത്തി യഥാർത്ഥ സ്വർണമായി മാറി ഓരോ കാര്യത്തിലും സഫലത കൊണ്ടുവരുന്ന സ്വപരിവർത്തകൻ ആയി ഭവിക്കൂ. അതായത് ഭഗവാന്റെ നിർദ്ദേശം ഇതാണ്: ഏതൊരു സാഹചര്യത്തിലും ആ സാഹചര്യമനുസരിച്ച് നമ്മൾ നമ്മളെ പരിവർത്തനപ്പെടുത്തൂ. അതായത് അഡാപ്റ്റബിലിറ്റി ഈസ് സ്ട്രെങ്ത്. മറ്റൊരു കാര്യം, ഏതൊരു മാറ്റവും ആദ്യം സ്വയത്തിൽ നിന്നും ആരംഭിക്കൂ. ബി ദ ഫസ്റ്റ് ടു ചേഞ്ച്. ഇനി സ്വപരിവർത്തനം തന്നെയാണ് യഥാർത്ഥമായ പരിവർത്തനം. അതായത് റിയൽ ചേഞ്ച് ഈസ് ദ സെൽഫ് ചേഞ്ച്. സ്വയത്തെ നമ്മൾ എത്രത്തോളം പരിവർത്തനപ്പെടുത്തുന്നുവോ, സ്വയം നമ്മൾ എത്രത്തോളം നമ്മളെ ഒരു മാറ്റത്തിന് വിധേയമാക്കുന്നോ, അത്ര തന്നെ നമ്മൾ മൂല്യവാനായി തീരുകയും ചെയ്യും. അതായത് മാറ്റമാണ് നമ്മളെ ശ്രേഷ്ഠനാക്കുന്നത്. മോൾഡ് യുവർ സെൽഫ് ടു ബിക്കം വാല്യൂബിൾ. ഏതുപോലെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്വർണം, അതിന്റെ തിളക്കം വർദ്ധിക്കുന്നു, അതുപോലെ മാറ്റത്തിന്റെ പ്രക്രിയയും നമ്മുടെ മാറ്റുകൂട്ടും. ആരാണോ സ്വയത്തെ സമയമനുസരിച്ച് പരിവർത്തനപ്പെടുത്തുന്നത്, അവർ തന്നെയാണ് ഫസ്റ്റ് നമ്പറിലേക്ക് വരുന്നത്. അതായത് സെൽഫ് ചേഞ്ചസ് ബിക്കം ലീഡേഴ്സ്. സമയത്തോടൊപ്പം നമ്മൾ മാറണം. ആ സമയത്തിനനുസരിച്ച് മാറുന്ന വ്യക്തികളാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ഈ ഒരു ചിന്തയുണ്ടാകണം: എനിക്ക് മാറണം. ഈ നിർണയമാണ്
ഈ ഒരു തീരുമാനമാണ് നമ്മളുടെ യഥാർത്ഥ സഫലതയുടെ താക്കോൽ. അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷൻ ഈസ് ദ കീ. ഇന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന ഈ സമ്മാനത്തെ, ഈ വരദാനത്തെ പ്രാക്ടിക്കൽ കൊണ്ടുവന്ന് സ്വയം പരിവർത്തനപ്പെട്ട് നമ്മുടെ ജീവിത മൂല്യങ്ങളെ മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വാല്യുബിൾ ആകും. വാല്യുബിളായ ഏതൊരു സാധനത്തെയും മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാവരാലും സ്വീകാര്യനാകണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വാല്യൂസ് ആണ്. നമ്മുടെ ജീവിതത്തെ വാല്യുബിൾ ആക്കണം. വാല്യുബിൾ ആകണമെങ്കിൽ ആ ഒരു പ്രോസസ്സിന് നമ്മൾ തയ്യാറാകണം. ഓം ശാന്തി.